പിന്നെ വക്കീൽ പറയുന്നത് അടുത്ത പ്രാവശ്യം ഈ പിടക്കോഴികളെ തേടി പൂവൻകോഴികൾ ബസ്സിൽ കയറുമ്പോൾ അവർ അല്പം മാന്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷിംജിത തൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നാണ്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. കാരണം ഇവിടെ കാലാകാലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ഒട്ടനവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ജെന്യൂനായിട്ടുള്ള കേസുകളിൽ ഇവിടുത്തെ സമൂഹവും പോലീസും ഒക്കെ തന്നെ അതിലെ ഇരകളോടൊപ്പം നിന്നിട്ടും ഉണ്ട്. എന്നിട്ടും പൂവൻകോഴികൾ നിരന്തരമായി ചികഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള വസ്തുത വക്കീലിന് അറിയാവുന്നതും ആണ്. എന്നിട്ടും ഈ ഷിംജിതയുടെ ഒറ്റ വീഡിയോ കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ശരിയാകും എന്നാണ് ഈ വക്കീൽ വിചാരിച്ചത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് എന്തോ സാരമായ തകരാറുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഇനി ജയശങ്കറിൻ്റെ വാദം അംഗീകരിച്ചാൽ തന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരും. ഈ ജയശങ്കർ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കാൻ വേണ്ടി ആയിരുന്നു എങ്കിൽ ഈ ഷിംജിത തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോ എന്തിന് പോസ്റ്റ് ചെയ്തു? അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം എന്തായിരുന്നു? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജയശങ്കറിന് തലകുത്തി നിന്നാലും ഈ ചോദ്യത്തിന് ഒരിക്കലും ഒരു മറുപടി തരാൻ സാധിക്കില്ല.